ഈ മഴയും മഴക്കാലമൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ? നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റപ്പോൾ തന്നെ ഒരു 2 മണിയൊക്കെ ആയി ഉച്ചയ്ക്ക്. നോക്കുമ്പോൾ ദാ പുറത്ത് നല്ല മഴ. പിള്ളേരാണെങ്കിൽ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. പുറത്തിറങ്ങാൻ വേണ്ടി ഒരാൾ ചെരുപ്പ് കൊണ്ട് പുറത്ത് വയ്ക്കുന്നു, അതെടുക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നു. പുറത്തിറക്കി വിടണം എന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ പുറത്ത് നല്ല ഇടിയും മിന്നലൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് പേടിച്ചു. പുറത്തുനിന്ന് ഒരിത്തിരി വെള്ളം അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവരുടെ സന്തോഷം ഒന്ന് നോക്കി. ഈ ചാട്ടവും കളിയും കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇപ്പം തന്നെ വിശക്കുന്നേന്നും പറഞ്ഞൊരു വിളി വരുന്നു. എന്തുണ്ടാക്കും എന്നൊരു കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വിഷുവിന് മേടിച്ച ചക്ക ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ മണം അടുക്കള മുഴുവനായി. എന്നാൽ പിന്നെ ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ മണവും അതേ ഗുണമുള്ള ചക്ക, നല്ല വരിക്കച്ചക്ക. അങ്ങനെ ചക്കയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ഫൈനലി നമ്മുടെ ചക്കയപ്പം റെഡിയായി. നല്ല സോഫ്റ്റായിട്ടുള്ള ചക്കയപ്പമാണ് കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ചക്കയപ്പം ഉണ്ടാക്കുന്നത്, പക്ഷേ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടി. ചക്കയപ്പം കഴിക്കാൻ വേണ്ടി പിള്ളേരെ വിളിച്ച സമയത്താണ് അവർ പറഞ്ഞത്, അയ്യോ ഞങ്ങൾക്ക് വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു ആദ്യം ഒന്ന് കഴിച്ചു നോക്ക് എന്നിട്ടല്ലേ. അങ്ങനെ ഒരു കടി കടിച്ചു. പിന്നെ ഇവിടെ മത്സരമായി. നമ്മളിപ്പോൾ പിള്ളേർ വേണ്ടാന്നൊക്കെ പറഞ്ഞാലും ഒരിത്തിരിയിൽ അവരുടെ വായിലൊന്ന് എത്തിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കില്ലേ. കാരണം ഒരു കടി കടിച്ചാലല്ലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. എനിവേ, എൻ്റെ ചക്കയപ്പം സക്സസ് ആയിരുന്നു. നല്ല മഴ, നല്ലൊരു ചായ, ചക്കയപ്പം, അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഈവനിങ്. ഇനി അടുത്ത ഷിഫ്റ്റിന് പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയി. അതിനു മുമ്പ് കുറച്ച് സമയം പിള്ളേരുടെ കൂടെ കളിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഹാപ്പി ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു. കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക. നമുക്കിഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് നമ്മളുടെ ആ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അത്രേ ഇപ്പോൾ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം.